ദിവസങ്ങളോളം നീണ്ട പോരാട്ടത്തിനൊടുവിൽ ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളുടെയും CJPയുടെയും സമരം ഫലം കണ്ടിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസമാണ് അംഗീകരിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂവെന്ന് പ്രതിഷേധക്കാർ നിലപാട് കടുപ്പിച്ചിരുന്നു. 50 ദിവസത്തോളം പിന്നിട്ട സമരത്തിന് പിന്നാലെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിക്ക് സന്നദ്ധനായത്. എന്നാൽ വിദ്യാർത്ഥി സമരത്തെ പിന്തുണയ്ക്കാതിരുന്നവർക്കെതിരെയുള്ള സോഷ്യൽ മീഡിയ പ്രതിഷേധം ഇതുവരെ അവസാനിച്ചിട്ടില്ല. അതിൻ്റെ ഫലമാണ് ഓരോ ദിവസവും പേളിമാണിക്കെതിരെയുള്ള സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന നിരവധി കുറിപ്പുകളും പോസ്റ്റുകളും. പേളിയെപ്പോലെ ഒരാളിൽ നിന്നും മലയാളികൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രതികരണമാണ് വിദ്യാർത്ഥി പ്രക്ഷോഭ സമയത്ത് വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും പേളിക്കെതിരെ തിരിഞ്ഞതും വിമർശിച്ചതും മാസീവ് അൺഫോളോ നടന്നതും. സീരിയൽ നടിയായ മറ്റൊരു പെണ്ണ് ജീവന് തുല്യം സ്നേഹിച്ച ഒരാളുടെ കൂടെ ലെവലേശം കുറ്റബോധമില്ലാതെ ജീവിക്കുന്ന ഒരാളിൽ നിന്ന് നിങ്ങളൊക്കെ എന്താണ് പ്രതീക്ഷിച്ചത് എന്നാണ് പേളിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിവാദത്തിൽ പ്രതികരിച്ച് റഫീല നിസാർ അഹമ്മദ് എന്നയാൾ ഫേസ്ബുക്കിൽ കുറിച്ചത്. സീരിയൽ നടിയായ മറ്റൊരു പെണ്ണിന് ജീവന് തുല്യം സ്നേഹിച്ച ഒരാളുടെ കൂടെ ലെവലേശം കുറ്റബോധമില്ലാതെ ജീവിക്കുന്ന ഒരാളിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിച്ചത്? ബിഗ് ബോസിലേക്ക് പോകാനുള്ള പർച്ചേസിംഗ് വരെ ഒന്നിച്ച് ചെയ്ത് എയർപോർട്ടിൽ കൊണ്ടുപോയാക്കിയ കാമുകിയെ മറന്നാണ് അന്ന് ബിഗ് ബോസിലെ പ്രണയപ്പനിയിൽ മുങ്ങിപ്പോയത്. അതൊക്കെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ആ പെൺകുട്ടി എത്രമാത്രം വേദനിക്കുമെന്ന് പോലും ചിന്തിച്ചില്ല. അതിൻ്റെ ട്രോമയിൽ ആ പെണ്ണ് പുറം ലോകം പോലും കാണാതെ കഴിച്ചുകൂട്ടി. അവൾ ഇന്നും വിവാഹിതയാകാതെ കഴിയുകയാണ്. അതുമാത്രമല്ല, രഞ്ജിത്ത് കുമാർ സഹമത്സരാർത്ഥിയുടെ കണ്ണിൽ മുളക് തേച്ച സംഭവത്തിൽ പേളി അന്ന് ഇട്ടത് കേൾക്കാൻ പോലും അറക്കുന്ന കടുത്ത സ്ത്രീവിരുദ്ധമായ പരാമർശമായിരുന്നു. അന്നേ തകർന്നതാണ് ഇവരുടെ വ്യക്തിത്വം. ഏതു നേരവും ക്യൂട്ട്നെസ് മെഴുകി നടക്കുന്ന ആളുകളുടെ വായിൽ നിന്നും ഇത്തരം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ വന്നപ്പോൾ തന്നെ ആട്ടിൻതോലിലണിഞ്ഞ ചെന്നായിയാണെന്ന് മനസ്സിലാക്കിയതാണ്. സാമ്പത്തിക ഭദ്രതയും മക്കളെ വിദേശത്ത് പഠിപ്പിക്കാനുള്ള ശേഷിയുമൊക്കെ ഉള്ളതുകൊണ്ട് എന്തും പറയാമെന്ന നിലപാട് പലർക്കുമുണ്ട്. 3 വട്ടം പരീക്ഷാ പേപ്പർ ചോർച്ച നടന്നിട്ടും പണം വാങ്ങി പരീക്ഷകളെ അട്ടിമറിച്ചതായി കണ്ടെത്തിയിട്ടും പല കുട്ടികളും ആത്മഹത്യയിൽ അഭയം തേടിയിട്ടും പോലീസിൻ്റെ ആക്രമണത്തിൽ ഒരു പെൺകുട്ടി മരണമടഞ്ഞിട്ടും ഇപ്പോഴും ആ സമരത്തെ നേരമ്പോക്കായി കാണുന്നവർക്ക് മനസാക്ഷി എന്നൊന്ന് ഇല്ലെന്ന് അടിവരയിടാം. സ്വന്തം കാര്യത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ലൈഫ് തന്നെ സ്പോയിലാക്കുന്നവർക്ക് അല്ലേലും ഇതൊക്കെ കാണുമ്പോൾ തമാശയായി തോന്നിയേക്കാം എന്നുമാണ് കുറിപ്പ്. കേന്ദ്ര ഭരണകൂടത്തെ അനുകൂലിക്കുന്ന തരത്തിൽ വിദ്യാർത്ഥികളുടെ നഷ്ടങ്ങൾക്ക് വില കൽപ്പിക്കാത്ത രീതിയിലായിരുന്നു പേളിമാണി പ്രതികരിച്ചത്. മലയാള സിനിമാ താരങ്ങളിൽ ചിലരെല്ലാം പേളിക്കെതിരെ തിരിഞ്ഞിട്ടുമുണ്ട്.